ഇവിടെ ഒരുത്തൻ കാട്ടിലൂടെ ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്ന സമയത്ത് പെട്ടെന്ന് മാപ്പിലാണെങ്കിൽ ഒരു പുഴ കിടക്കണമെന്ന് പറയാണ്. പക്ഷെ ഇവന്റെ മുന്നിലാണെങ്കിൽ ഒരു പാലും ഉണ്ടാവില്ല. സോ ഇവനും കൺഫ്യൂസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സമയത്തായിരിക്കും കുറച്ച് കാട്ടുവാസികളെ കാണുക. അവരെ കണ്ടതും ഇവനാണെങ്കിൽ പെട്ടെന്ന് ബാഗിനുള്ളിൽ കൈയിട്ട് ഒരു പോസ്റ്റർ എടുക്കുകയാണ്. അതിലാണെങ്കിൽ ഒരു ഡ്രോയിങ്ങും ഉണ്ടാവും. ആ ഡ്രോയിങ്ങിൽ കൈ വെച്ച് ചിത്രത്തിലുള്ളതാണെങ്കിൽ ഞാനാണ്, ചുറ്റുള്ള ആൾക്കാരാണ് നിങ്ങളാണെന്ന് പറയാണ്. പക്ഷെ അത് അവർക്ക് മനസ്സിലാവാതെ പെട്ടെന്ന് ഒരുത്തനാണെങ്കിൽ അമ്പടുത്ത് ഷൂട്ട് ചെയ്യാണ്. ഇവനും പേടിയിൽ കണ്ണുമൂടി നിൽക്കും. എന്നാലേ അമ്പാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു കയറിൽ പോയി തടിയുടെ കയറ് പൊട്ടിക്കും. അടുത്ത സെക്കൻഡിന് ഒരു പാലം വന്ന് ഇവന്റെ മുന്നിൽ വീഴാണ്. ആ പാലത്തിൽ കൂടെ അവൻ അപ്പുറത്തേക്ക് പോകുകയാണ്. അങ്ങനെ ഇവനും അവിടെയുള്ള ഗ്രാമത്തിൽ പോയി അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ വ്യത്യാസമായിട്ട് നോക്കുകയാണ്. അവിടെയുള്ള സ്ത്രീകളാണെങ്കിൽ ഇതിന് ആണിനെ കാണാത്ത പോലെ ഇവൻ തൊട്ടെല്ലാം നോക്കുന്നുണ്ടാവും. ആ സമയത്ത് അങ്ങോട്ട് വരുന്ന ലീഡർ ആണെങ്കിൽ ഇവനാണ് നിങ്ങളുടെ പുതിയ സാറെന്ന് പറഞ്ഞ് ഇവൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ എണീറ്റ് ഇവൻ ബ്രഷ് ചെയ്യുന്നുണ്ടാകും. പക്ഷെ അതുപോലും അവർ കാണാത്ത പോലെ വീടായിട്ട് നോക്കുന്നുണ്ടാവും. എന്തിനും കുളിക്കുമ്പോൾ പോലും അത് ഗേൾസ് വന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. അങ്ങനെ ഇവർ റെഡിയായിട്ട് പഠിപ്പിക്കാനായിട്ട് ക്ലാസ് റൂമിൽ പോയാൽ അവിടെയാണെങ്കിൽ ചെറിയ പിള്ളേരോടൊപ്പം വലിയവരും ഉണ്ടാവും. ഒരു പക്ഷേ കുട്ടികളുടെ പേരൻസ് എന്ന് വിചാരിക്കുകയാണ്. പക്ഷെ അവരും പഠിക്കണമെന്ന് പിന്നീട് മനസ്സിലാവുക. സോ ഇവനും അവർക്ക് ബേസ് മുതൽ പറഞ്ഞു കൊടുക്കുന്ന വിചാരിച്ച് ABCD പറയാൻ തുടങ്ങുകയാണ്. പക്ഷെ പെട്ടെന്ന് ഒരുത്തനാണെങ്കിൽ വാട്ട് ആർ യു ട്രൈങ് ടു സേ ചോദിക്കുകയാണ്. അത് കേട്ടോടനെ ഇവന് ഷോക്ക് ആവാണ്. സോ ഇവർക്ക് ബേസിക് എല്ലാം അറിയുന്ന ഇവന് മനസ്സിലാവും. പക്ഷെ എന്നാലും A for apple, C for cat എന്നെല്ലാം പറയുന്ന തുടങ്ങുകയാണ്. D എത്തുമ്പോഴാണെങ്കിൽ D for donkey എന്ന് പറയും. പക്ഷെ അതിന്റെ സ്പെല്ലിംഗ് ആണെങ്കിൽ DONKY എന്ന് പറയുന്നത് കേട്ടോടനെ അവിടെയുള്ള ആൾക്കാർ എങ്ങനെ ദേഷ്യപ്പെടുകയാണ്. ഇവനെ പിടിച്ചൊരു മരത്തിൽ കെട്ടി വെച്ച് കൊല്ലാൻ നോക്കും. ഒരു പക്ഷേ ഇവൻ പറഞ്ഞ ഡോങ്കി അവരുടെ ദൈവം എന്ന് വിചാരിക്കണം. പക്ഷെ അതൊന്നും ആയിരിക്കില്ല. ആക്ച്വലി ഇവനാണെങ്കിൽ ഡോങ്കിയുടെ സ്പെല്ലിംഗ് തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ടാവും. സോ ഇവനിപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ ചാൻസ് ആയിരിക്കും ഉണ്ടാവുക. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവ ഇംഗ്ലീഷ് കറക്റ്റായിട്ട് പഠിച്ചിട്ട് അവർ വെക്കുന്ന എക്സാമിലാണെങ്കിൽ പാസ് ആവണം. നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ എന്തെങ്കിലും കമന്റ് വീഡിയോക്ക് ലൈക്കും ചെയ്യുക.